ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, വെള്ളം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. വെള്ളം എങ്ങനെ കുടിക്കണം, എപ്പോൾ കുടിക്കണം, എത്ര കുടിക്കണം, വെള്ളം കുടിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ, ഇതെല്ലാമാണ് ഇന്ന് ഞാൻ ഈ അറിവുകളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. വെള്ളം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ എന്താ ചെയ്യുന്നത്, ദാഹിക്കുമ്പോഴാണ് വെള്ളം കുടിക്കുന്നത് അല്ലേ. പക്ഷെ അങ്ങനെ പാടില്ല എന്ന് പറയണത്. ദാഹം എന്ന് പറയണത് നമ്മുടെ ശരീരം വല്ലാണ്ട് ഡീഹൈഡ്രേറ്റ് ആയിട്ട് ശരീരം നമ്മളോട് ആവശ്യപ്പെടുകയാണ് വേഗം വെള്ളം കുടിക്കൂന്ന്. അതാണ് അതിൻ്റെ സിമ്പലാണ് ദാഹം എന്ന് പറയണത്. അപ്പോൾ ദാഹിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ വെള്ളം കുടിക്കണം. അതായത് നമ്മൾ വെള്ളം ആവശ്യത്തിന്, ശരീരത്തിന് ആവശ്യമായ വെള്ളം കുടിച്ചേ പറ്റൂ. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ 2 ലിറ്റർ കുടിക്കണം, പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ 3 ലിറ്ററെങ്കിലും കുടിക്കണം. അതാണ് അതിൻ്റെ ഒരു അളവ്. അങ്ങനെയാണ് ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടോ. ഇനി വെള്ളം കുടിക്കുമ്പോൾ ഉള്ള ഗുണം എന്താ? ഇന്നിപ്പോൾ നമ്മളെ സംബന്ധിച്ച് വായു കഴിഞ്ഞാൽ, മനുഷ്യരാശിയെ സംബന്ധിച്ച് വായു കഴിഞ്ഞാൽ ഏറ്റവും ആവശ്യമായ ഒന്നാണ് വെള്ളം. അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പക്ഷേ നമുക്ക് വെള്ളം കുടിക്കാൻ നമുക്ക് മടിയാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം, പ്രായമായി കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയുമല്ലോ ഇത്ര വെള്ളം കുടിക്കണം. ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോൾ അമ്മമാരോടൊക്കെ പറയും ഇത്ര വെള്ളം കുടിക്കണമെന്നൊക്കെ പറയും. പക്ഷെ എന്ത് ചെയ്താൽ ഒരു വെള്ളം കുടിക്കില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിന് കാരണം നമ്മൾ ചെറുപ്പം മുതലേ വെള്ളം കുടിച്ച് ശീലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, പുതിയ തലമുറേനെ നമ്മൾ വെള്ളം കുടിക്കാൻ ശീലിപ്പിക്കണം. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം അളന്ന് എല്ലാ ദിവസവും ഇത്ര വെള്ളം കുടിച്ചിരിക്കണം. അതിൻ്റെ ഗുണങ്ങളും അവർ പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെയാ ഗുണങ്ങൾ? മെയിനായിട്ട് നമുക്ക് വിശപ്പ് കുറയും അല്ലേ. വിശപ്പ് വല്ലാണ്ട് വിശന്നിരിക്കുമ്പോൾ കുറേ ഫുഡ് നമ്മൾ കഴിക്കും. ആ സമയം വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പ് കുറയും. അപ്പം എന്താ സംഭവിക്കണേ? നമ്മുടെ ആവശ്യമില്ലാത്ത ഫാറ്റ് അടിഞ്ഞുകൂടെ, അങ്ങനെ പൊണ്ണത്തടിയുടെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അല്ലേ. അടുത്തതായിട്ട് പിന്നെ കുടിക്കേണ്ടവർ, വല്ലാണ്ട് വിയർക്കുന്നവർ തീർച്ചയായിട്ടും വെള്ളം കുടിച്ചേ പറ്റൂ. വിയർപ്പ് മൂലം ശരീരം തിന്നുന്ന നമ്മുടെ ജലാംശമൊക്കെ നഷ്ടപ്പെടുന്നതുകൊണ്ട് ശരിക്കും അവർ വെള്ളം കുടിക്കേണ്ടവരാണ്. ഓക്കെ. പിന്നെ അടുത്തത് തലവേദന. ഇടയ്ക്കിടയ്ക്ക് തലവേദന വരിക, ഒന്ന് യാത്ര ചെയ്താൽ തലവേദന വരിക. ഇത് പിന്നെ ശരീരം ഡീഹൈഡ്രേറ്റ് ആവുന്നതുകൊണ്ടാണ്. നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരും ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നവർ തീർച്ചയായിട്ടും ധാരാളം വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ളവർ, ഇപ്പോൾ ഡോക്ടർ ചില അസുഖങ്ങൾക്ക് പറയും നിങ്ങളധികം വെള്ളം കുടിക്കണ്ട എന്ന് പറയുന്ന അസുഖങ്ങൾ കാണും. പൊതുവേ ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നത് എന്താ, ധാരാളം വെള്ളം കുടിക്കണം, യൂറിൻ നന്നായിട്ട് പോകണം എന്നാണ് എല്ലാവരും പറയുന്നത് അല്ലേ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെള്ളം കുടിച്ചേ പറ്റൂ. പിന്നെ അടുത്തത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചാലുള്ള ഗുണം, 1-2 ഗ്ലാസ്സൊക്കെ വെള്ളം കുടിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലുള്ള ടോക്സിൻസിനെ എല്ലാം പുറന്തള്ളി, യൂറിനിൽ കൂടെ അത് പുറന്തള്ളി പോകുന്നതിനും നല്ല ഫ്രഷ് ആവുന്നതിനും നമ്മൾ നല്ല എനർജറ്റിക് ആവുന്നതിനും ഒക്കെ ഈ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഓക്കെ. പിന്നെ ക്ഷീണം, വല്ലാത്ത ക്ഷീണം, തളർച്ച. ഇപ്പം ചില സമയങ്ങളിൽ ഇപ്പം ഒന്നും വേണ്ട, നമ്മളിപ്പോൾ വൈകിട്ട് സമയങ്ങളിലൊക്കെ ഇരുന്ന് TV കാണുമ്പോൾ നമുക്ക് വല്ലാണ്ട് ക്ഷീണമൊക്കെ അനുഭവപ്പെടും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരും ഇങ്ങനെയുള്ള ക്ഷീണമൊക്കെ വരുന്ന സന്ദർഭങ്ങളിലും ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദാഹം വേണ്ട, ദാഹം ഇല്ലാണ്ട് തന്നെ നമ്മൾ വെള്ളം അളന്ന് കുടിക്കണം. അപ്പം ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നോ, സ്കിന്നിനുള്ള ഗുണം ആദ്യം പറയാം. അതാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത്. സ്കിന്നിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മോയ്സ്ചറൈസറാവും, നല്ല നറിഷാവും, സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടും. അപ്പം ഇലാസ്റ്റിസിറ്റി കൂടുമ്പോഴുള്ള ഗുണം എന്താ, നമ്മുടെ സ്കിൻ ടൈറ്റ് ആവും അല്ലേ. സ്കിൻ ടൈറ്റ് ആകുമ്പോഴുള്ള ഗുണം എന്താ, നമ്മുടെ പോഴ്സൊക്കെ ചുരുങ്ങും. അതുപോലെ പിന്നെ മുഖക്കുരു, അതുപോലെ ലൈൻ വീഴുക, ചുളിവ് വീഴുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരമായി. ഓക്കെ. ഇപ്പോൾ ചെറുപ്പം മുതലേ വെള്ളം കുടിക്കണേ, അതാണ് ഞാനീ പറയണത്. പിന്നെ pH ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഈ വെള്ളം ആവശ്യമാണ്. പിന്നെ ചിലരുടെ മുഖമൊക്കെ ഇങ്ങനെ വീർത്ത് പഫിനെസ്, അതും മാറുന്നതിനും ഈ വെള്ളം കുടിക്കുന്ന ശീലം നല്ലതാണ്. പിന്നെ അടുത്തൊരു അടുത്ത എന്താണെന്നോ, ഹെയറിന് എങ്ങനെയാണ് വെള്ളം ഗുണം ചെയ്യണേന്ന് നോക്കാം.
ഹെയറിന് ഗുണം ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുണ്ടെങ്കിലുള്ള ഏറ്റവും നല്ല ഒരു ഗുണം ഈ ശരീരത്തിലെ പോഷകങ്ങളൊക്കെ എത്തേണ്ടടുത്ത് എത്തിക്കേണ്ടതിന്, ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്, ഓക്സിജൻ്റെ അളവ് കൂടുന്നതിന്, എല്ലാത്തിനും ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം ആവശ്യമാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതുമൂലം ഉള്ള ഗുണം നമ്മുടെ സ്കാൾപ്പിലേക്ക്, തലയോട്ടിലേക്ക്, മുടിവേരിഴകളിലേക്ക് ആവശ്യത്തിന് പോഷകങ്ങളൊക്കെ ചെല്ല്. തീർച്ചയായിട്ടും പോഷകങ്ങൾ ചെല്ലുമ്പോൾ എന്താ പറ്റുക? മുടിക്ക് നല്ല ആരോഗ്യം കിട്ടും അല്ലേ? മുടിക്ക് ആരോഗ്യം കിട്ടുമ്പോൾ മുടി വളരുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും ഇതിലെല്ലാത്തിലും ഉപരി സ്കാൾപ്പിൽ പിന്നെ തലയോട്ടിലുണ്ടാവുന്ന ആ ഡ്രൈനെസ് പോയി മോയ്സ്ചറൈസർ നിലനിർത്തുന്നതിനും അതോടൊപ്പം തന്നെ മുടിക്ക് ഉണ്ടാവുന്ന ഇച്ചിങ് അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ സ്കാൾപ്പ് ഡ്രൈ ആവുന്നത് കൊണ്ടും ഈ മുടിവേരുകൾക്ക് ബലമില്ലാത്തത് കൊണ്ടാണ് മുടി പൊട്ടിപ്പോകുന്നതും മുടി തിന്നാവുന്നതും. ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ ഈ വെള്ളം കുടിച്ച് ശീലിച്ചാൽ മാറ്റി എടുക്കാം. ഇപ്പോൾ സ്കിന്നിനുണ്ടാവുന്ന ഗുണം പറഞ്ഞു, ഹെയറിനുണ്ടാവുന്ന ഗുണം പറഞ്ഞു. ഇനി നമുക്ക് ശരീരത്തിന് എന്തെല്ലാം, നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇതുമൂലം ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതിനും അതുപോലെ ഓക്സിജൻ ഫ്ലോ ചെയ്യുന്നതിനും എല്ലാം, അപ്പോൾ പോഷണങ്ങൾ എത്തിക്കുന്നതിന് വെള്ളത്തിൻ്റെ പങ്ക് പറഞ്ഞു കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് മെയിനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ നമുക്ക് നിയന്ത്രിക്കുന്നതിന് കഴിയും. ഓക്കെ, ധാരാളം വെള്ളം കുടിക്കുമ്പോൾ ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമാണ്. ചെറുപ്പം മുതലേ വെള്ളം കുടിച്ച് ശീലിക്കണം, അതൊന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന ശീലം തുടർന്നു വന്നാൽ വളരെ നല്ലതാണ്. അതുപോലെ BP ഉള്ളവർക്കും അത് കൂടാതെ ഈ കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും എല്ലാം വരാതിരിക്കും കേട്ടോ, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ. കാരണം വെള്ളം കുടിച്ച് ഈ ടോക്സിൻസിനെല്ലാം നമ്മൾ അന്നന്ന് പുറന്തള്ളുന്നതുകൊണ്ട് അങ്ങനെയുള്ള കിഡ്നിയുടെ പ്രോബ്ലമൊക്കെ മാറിക്കിട്ടും. അതുപോലെ ജോയിൻറ്റ് പെയിൻ, വെള്ളം ഈ ലൂബ്രിക്കേഷൻ കുറയുമ്പോഴാണ് ഈ ജോയിൻറ്റ് പെയിൻ ഒക്കെ വരുന്നത്. അപ്പോൾ അതെല്ലാം കുറയുന്നതിനും വെള്ളം നമുക്ക് നല്ലതാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് എനർജി കിട്ടുന്നതിന് അല്ലേ, നമ്മൾ ക്ഷീണിച്ചൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിച്ചാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എനർജി ആവും, പെട്ടെന്ന് നമ്മുടെ മൂഡൊക്കെ നന്നാവും. അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ. പിന്നെ മസിലുകൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ബ്രെയിൻ്റെ, തലച്ചോറിൻ്റെ പ്രവർത്തനം എടുത്തു പറയണം കേട്ടോ. ഇതെല്ലാം ബ്രെയിനിലേക്ക് എത്തിക്കുന്നതിനും എല്ലാം വെള്ളം വേണം. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്നെ വെള്ളം വേണം. അതുപോലെ വെയിറ്റ് ലോസ്, നമുക്ക് അമിതമായ, ഞാൻ നേരത്തെ പറഞ്ഞു എങ്കിലും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, അമിതമായ വണ്ണം വയ്ക്കാതിരിക്കുന്നതിനും വെള്ളം നല്ലതാണ്. വിശപ്പ് കുറയുമല്ലോ നമ്മൾ വെള്ളം അധികം കുടിക്കുമ്പോൾ, അപ്പോൾ അതിന് നല്ലതാണ്. ഹാർട്ട് പേഷ്യൻസിന് നല്ലതാണ്. പിന്നെ ബാഡ് ബ്രീത്ത്, ഇങ്ങനെ ചിലവർക്ക് ഇങ്ങനെ വായ്നാറ്റവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ വയറ് സംബന്ധമായ അസുഖങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് വെള്ളം കുടിച്ച് ശീലിക്കുക എന്നുള്ളത്. മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞില്ല, നമ്മുടെ ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കുന്നതിനും വെള്ളം ആവശ്യമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾ കാണുന്നവരെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാവർക്കും, പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ ഷെയർ ചെയ്യണേ. അവർക്കൊക്കെ ഭയങ്കര മടിയല്ലേ വെള്ളം കുടിക്കാൻ. അപ്പോൾ മാത്രമല്ല കുഞ്ഞുങ്ങൾ വെള്ളം കുടിച്ച് ശീലിപ്പിക്കണം. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.